സി കെ കല്ലേരിയെ നിങ്ങൾ ഹലോ, സി കെ കല്ലേരി ഇവിടെ ഉണ്ട്. പറ. തൗഹീദ് പറയും ഗ്രൂപ്പില് എങ്ങനെ തൗഹീദ് പഠിപ്പിക്കുന്ന എങ്ങനെ തൗഹീദ് പറയും ഗ്രൂപ്പില് ഒന്നുകൂടി കേക്കട്ടെ. സി കെ കല്ലേരിയെ നിങ്ങൾ തൗഹീദ് പറയും ഗ്രൂപ്പില്. ഇൻഷാ അല്ലാ തൗഹീദ് പറയാം. തൗഹീദ് പറഞ്ഞുതരാം ഇൻഷാ അല്ലാ. നിങ്ങൾ കേൾക്കാൻ തയ്യാറുണ്ടോ? പക്ഷെ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല, ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഓലൊന്ന് തൗഹീദ് കേട്ടോട്ടെ. എന്നാ കേട്ടോളെ സദേ. യാ അയ്യോ അന്നാസ്, ഈ മനുഷ്യരെ. ഇത് മൊയ്ലിയാക്കന്മാരോടല്ല, മുസ്ലിങ്ങളോടല്ല, പിന്നെ ഹൈന്ദവരോടോ ക്രൈസ്തവരോടോ അല്ല. യാ അയ്യോ അന്നാസ്, ഈ മനുഷ്യരെ. അബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക. എങ്ങനത്തെ രക്ഷിതാവ്? റബ്ബക്കും ഉല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവരെ നിങ്ങൾ ആരാധിക്കുക. ആരെ ആരാധിക്കേണ്ടിയേ? അബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക. അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ശരിക്ക് കേട്ട ഉസ്താദേ, അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ആരാധിക്കണം. നിങ്ങൾക്ക് മുമ്പുള്ളവരെ, കഴിഞ്ഞു പോയവരെ ആരാധിക്കരുത് മൊയ്ലന്മാരെ. അങ്ങനെയാണെങ്കിൽ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകും. ഇത് കഴിഞ്ഞു പോയ അമ്പിയ ഔലിയാക്കന്മാരെ ആരാധിക്കുന്ന മുസ്ലിയാക്കന്മാരെ നിങ്ങൾ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ പെടുകയില്ല. നിങ്ങൾ പെടുക മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലാണ്. കേട്ടുക. തൗഹീദ് പറയുന്നത് ഇതാണ്. തൗഹീദ് എന്താ? തൗഹീദ് നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ ആരാധിക്കുക. അല്ലാതെ നിങ്ങളിപ്പോൾ ആരാധിക്കുന്ന ആരെയാണ്? നിങ്ങൾക്ക് മുമ്പുള്ളവരെ മുമ്പ് സൃഷ്ടിച്ചവരെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. മുസ്ലിയാക്കന്മാരെ ശരിക്ക് ഇബാദത്ത് എന്താന്ന് കേട്ടോ? നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. എങ്ങനത്തെ അള്ളാഹു? നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ. പക്ഷേ മുസ്ലിയാക്കന്മാരെ, സമസ്തക്കാരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് മുമ്പുള്ളവരെ, അള്ളാഹു നിങ്ങൾക്ക് മുമ്പ് സൃഷ്ടിച്ചവരെ നിങ്ങൾ ആരാധിക്കുന്നു. അത് പാടില്ല. അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ. ഇതാണ് ലോകത്ത് ഒന്നാമതായിട്ട് മുസ്ലിയാക്കന്മാരോട് പറയാനുള്ളത്. മറ്റേത് മതവിശ്വാസികളെക്കാൾ മുമ്പിൽ ഒന്നാം സ്ഥാനത്ത് പറയേണ്ടത് ആരാണ്? മുസ്ലിയാക്കന്മാരോടാണ്. നിങ്ങൾക്ക് മുമ്പുള്ളവരെ നിങ്ങൾ ആരാധിക്കരുത്. നിങ്ങൾക്ക് മുമ്പ് സൃഷ്ടിച്ചവരെ നിങ്ങൾ ആരാധിക്കരുത്. ആരാ? മൊയ്തീശങ്ങൾ, മുഹമ്മദ് നബി, മൻബത്ത ബിബി, കുപ്പസ്വാമി, ഇങ്ങനെ പലരുമില്ല കഴിഞ്ഞു പോയെ. ഓലെയൊന്നും നിങ്ങൾ ആരാധിക്കരുത്. ഇതാണ് തൗഹീദിൻ്റെ ഒന്നാം ഘട്ടം. ഉസ്താദിന് മനസ്സിലായോ? പിന്നെ രണ്ടാമത്, വക്കാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞ്? അത് ഊനി, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. ക്രിസ്തജിബിലേക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി. ഉസ്താദ് കേട്ടോ? എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ ഞാൻ വിശദീകരിക്കാത്ത എന്താണ്? അന്നേരം അവിടെ വേറൊരു കൊടുക്കുന്നുണ്ട്. ഞാൻ മൗലവിമാരെ വെല്ലുവിളിക്കുന്ന മൗലവിമാർ ഈ ആയത്തൊന്നും അങ്ങ് പഠിച്ചു വരും. അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഹിരീൻ. അള്ളാഹു അല്ലാത്തവരെ, വക്കാല റബ്ബുക്കും ഉദ്ഉ, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അവര് ആരാണ്?
അല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. അവർ നരകത്തിൽ നിന്ദ്യരായി പ്രവേശിക്കും. ആര് ഉസ്താദേ? അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഈ ഗ്രൂപ്പിൽ എത്ര ആളാ പറഞ്ഞെന്ന അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിന്റെ പദാണ് എന്ന് എത്ര മുശ്രിക്കുകൾ ഈ ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞെന്നറിയോ? അള്ള പറയുന്ന അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്നതിൽ അഹങ്കരിക്കുന്നവർ, അത് ഇബ്ലീസിന്റെ വാദമാണെന്ന് പറയുന്നവർ, യൗമൽ പിന്നെ അവരെന്താണ്? സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. അവർ നിന്ദ്യരായി നരകത്തിൽ കിടക്കും. ആര്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ വാദമാണെന്ന് പറയുന്നവർ നിന്ദ്യരായി നരകത്തിൽ കിടക്കും. ഒമൻ അളല്, ഏറ്റവും പിഴച്ചവൻ. ഉസ്താദ് തൗഹീദ പറയുന്നത്, ശ്രദ്ധ മാറിപ്പോണ്ട. ഒമൻ അളല്, ഏറ്റവും പിഴച്ചവൻ മനുഷ്യവർഗത്തിൽ, ഭൂമിയിലുള്ള മനുഷ്യവർഗത്തിൽ ഏറ്റവും പിഴച്ചവൻ, മിമ്മൻ യദൂ മിൻ ദൂനില്ലാഹി മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമൽ ഖിയാമ. ഖിയാമത്ത് വരെ വിളിച്ചാൽ ഉത്തരം ചെയ്യാത്ത മൊയ്തീസ്യങ്ങൾ, വനമ്പത്തെ ബീവി, കുപ്പസ്വാമി, മുഹമ്മദ് നബി അല്ലേ, അത് ബദരീങ്ങൾ, അതുപോലുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെക്കാൾ പിഴച്ചവർ ലോകത്ത് വരാറില്ല. ഖിയാമത്ത് വരെ വിളിച്ചാൽ അവർ ഉത്തരം ചെയ്യില്ല. അത് മാത്രമല്ല, വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഇവരിങ്ങനെ അവരെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള കാര്യം അവരറിയുന്നില്ല. മുമ്പ് മരിച്ചുപോയ കവറിൽ കിടക്കുന്ന ആളുണ്ടല്ലോ, അമ്പിയാവുലിയാക്കന്മാർ, ഞാളെ ഇങ്ങനെ വലിയ വിളിക്കുന്നുണ്ട്, ഭൂമിയിൽ നിന്ന് കുറെ കൂട്ടർ മുശ്രിക്കുകൾ ഞാളെ വിളിക്കുന്നുണ്ട് എന്നുള്ള വിവരം അവർ അറിയുക പോലും ചെയ്യുന്നില്ല. പിന്നെ അടുത്ത് വൈദാ ഹുസ്സിറന്നാസ്. എങ്ങനെ? വൈദാ ഹുസ്സിറന്നാസ്, നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ കാനൂലഹും അഹ്ദാഹൻ. മൊയ്തീശങ്ങൾ, മുഹമ്മദ് നബി, ബദരീങ്ങൾ അല്ലേ, ഇവരെ ഒലക്കെ വിളിച്ച് പ്രാർത്ഥിച്ചില്ലേ? ആ വിളിച്ച് പ്രാർത്ഥിച്ചവരെ കാണുമ്പം അഹ്ദാഹൻ, അള്ളഹാനോട് പറയൂ, മൊയ്തീശങ്ങളെ കാക്കണമെന്ന് വിളിച്ചവനെ മൊയ്തീശങ്ങൾ കാണുമ്പോൾ എന്താ പറയുക? അള്ളാഹുവേ, എൻ്റെ ശത്രു അതാ പോകുന്നു. റസൂലിനെ വിളിച്ച് ഇർത്തകത്തി എല്ലിയോനെ കാണുമ്പോൾ അള്ളാഹുവേ, എൻ്റെ ശത്രു അതാ പോകുന്നു. വക്കാനോ ബി ഇബാദത്തിഹിം കാഫിരീൻ. അവരെ വിളിച്ച് പ്രാർത്ഥിച്ചത് അവർ നിഷേധിക്കും. ഖുർആൻ പറയാണ്, ഇത് CK കല്ലേരി പറയുന്നല്ല. പിന്നെ എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രിക ബിഹി. അവനിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത്, അതായത് ഇവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു ഒരിക്കലും പുറത്തു തരികയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്തത് എന്തും അള്ളാഹു വിചാരിച്ച് പുറത്തു തരും. ഇനി പൊറുക്കാത്ത എന്തെങ്കിലും ഉണ്ട് എന്ന് വെച്ചോ, വല്ല കുറ്റം ഉണ്ട് എന്ന് വെച്ചോ, ശിർക്ക് ചെയ്യാത്തവൻ്റെ അള്ള പൊറുക്കാൻ കഴിയാത്ത കുറ്റം ഉണ്ടെങ്കിൽ ആ കുറ്റത്തിന്റെ ശിക്ഷ കഴിഞ്ഞാൽ ഓലിക്ക് സ്വർഗത്തിലെത്താം. അത് മാത്രമല്ല, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. തീർച്ചയായും ശിർക്ക് ചെയ്യുന്നവൻ, ഉസ്താദെ ശരിക്ക് കേട്ടോ, ഈ ഭൂമിയിൽ അള്ളാഹു ഒരൊറ്റ ഒരു കാര്യം, സ്വർഗം ഹറാമാവുന്ന ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. വേറെ ഭൂമിയിൽ നിങ്ങൾ എന്ത് ചെയ്താലും സ്വർഗം ഹറാമാവില്ല. എന്ത് കുറ്റം ചെയ്താലും സ്വർഗം ഹറാമാവില്ല. ഒരൊറ്റ കുറ്റം, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരൊറ്റ കുറ്റം ചെയ്താൽ ഓനിക്ക് സ്വർഗം ഹറാമാണ്. നേരത്തെ മൗലവിമാരുടെ പണി എന്താണ്? ആ ഒരു കുറ്റം ചെയ്യിക്കുക. നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്, മൗലവിമാർ വാത് പറയുന്നിടത്ത് അല്ലെ വാദപ്രതിവാദം നടത്തുന്നിടത്ത് ജനങ്ങളെ നിങ്ങൾ കള്ളു കുടിക്കണം, ജനങ്ങളെ നിങ്ങൾ വ്യഭിചരിക്കണം, ജനങ്ങളെ നിങ്ങൾ പൈസ വാങ്ങണം എന്ന ജാതിയുള്ള ഏതെങ്കിലും പ്രസവം നിങ്ങൾ കേട്ടുക്കാം. ഒരിക്കലും മൗലവിമാർ പറയില്ല നിങ്ങൾ ഹറാമായ കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ മൗലവിമാർ രാവും പകലും ഇടതടവില്ലാതെ വാദവും വാദപ്രതിവാദവും ഖണ്ഡനവും മണ്ഡനവും ഒക്കെ നടത്തുന്ന എന്തിനാ? ജനങ്ങളെ, മുസ്ലിങ്ങളെ, സമസ്തക്കാരെ നിങ്ങൾ ശിർക്ക് ചെയ്യണം, നിങ്ങൾ ശിർക്ക് ചെയ്യണം. ഇതല്ലേ 24 ഈ ഗ്രൂപ്പിൽ നോക്കിങ്ങൾ, ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ 24 മണിക്കൂറും മൗലവിമാർ എന്താ ഇന്ന്
ശിർക്ക് ചെയ്യണം. ഏതേത് മൊയ്ലിയന്മാറ, ഏതേത് എന്തൊക്കെ ഉദാഹരണങ്ങളുമായിട്ടാ വരുന്നെന്നാ? എന്തൊക്കെ ഉദാഹരണങ്ങളാ? അള്ളാഹു കൊടുത്ത കഴിവിലാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവിലാണ് ആളോട് പ്രാർത്ഥിക്കുന്നത്. എന്തിനാ ഇതൊക്കെ ഈ വാദങ്ങളൊക്കെ? സമസ്തക്കാരെയും മൊയ്ലിയന്മാരെയും മൊയ്ലിയാർ കുട്ടികളെയൊക്കെ സ്വർഗം ഹറാമാക്കി കാലാകാലം നരകത്തിൽ കിടത്താൻ. മൊയ്ലിയന്മാരെ, നിങ്ങളെ ജീവിതം നിങ്ങൾ നോക്ക്. നിങ്ങൾ പ്രവർത്തിക്കുന്ന എന്തിനാണ്? ഏതെങ്കിലും ഒരുത്തന സ്വർഗം ഹറാമായിട്ട് കാലാകാലം നരകത്തിൽ കിടത്താൻ കിട്ടുമോ എന്നതാണ് നിങ്ങളെ ചിന്ത, അല്ലേ? അതിനു വേണ്ടിയല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? മൊയ്ലിയന്മാരെ, മറന്നുപോയില്ല നിങ്ങളോട്. നിങ്ങളെ പ്രവർത്തനം എന്തിനുള്ളതാണ് എന്ന് നിങ്ങളോട് മറന്നു പോകരുത്. ഇനി നോക്ക്, അള്ളാഹു പറയുന്ന വലക്കദൂഹിയയിലേക്ക, മുഹമ്മദ് നബിയെ നിനക്കിതാ സന്ദേശം നൽകുന്നു, വഹി നൽകുന്നു. എന്താ നൽകുന്നത്? വയലല്ലദീന മിൻ ഖബലിക, നിനക്ക് മുമ്പുണ്ടായിരുന്ന ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള ലക്ഷക്കണക്കിന് പ്രവാചകന്മാരോട് എന്താണോ പറഞ്ഞ് അത് തന്നെ മുഹമ്മദ് നബിയെ നിന്നോട് പറയുന്നത്. ഓലോടൊക്കെ എന്താ പറഞ്ഞ്? ലൈൻ അശ്റക്ത, നീ അങ്ങാ ശിർക്ക് ചെയ്താൽ. ലോകത്ത് വന്ന സകല ഔലിയാക്കന്മാരോട് പറഞ്ഞ എന്താണ്? നീ അങ്ങാ ശിർക്ക് ചെയ്താൽ യഹ്ബത്തന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. മുഹമ്മദ് നബിയെ, നിന്റെ എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞ് ഒരൊറ്റ ഒരു സൽക്കർമ്മം ഉണ്ടാവില്ല എനിക്ക്. ഇനി നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നരകത്തിൽ കത്തിയെരിയും മുഹമ്മദ് നബിയെ. മുഹമ്മദ് നബി അങ്ങ് മൂസാ നബിയെ കാക്കണേ, ഈസാ നബിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മുഹമ്മദ് നബി ഉള്ള കാലത്താണ് ബദരീങ്ങൾ ഉണ്ടായിരുന്നത്. കൊടുങ്കാറ്റടിക്കും മുഹമ്മദ് നബി അങ്ങ് ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, മുഹമ്മദ് നബി ചെയ്ത എല്ലാ യുദ്ധങ്ങളും, ബദർ യുദ്ധവും, എല്ലാ സംഗതിയും, എല്ലാ നോമ്പും, എല്ലാ സക്കാത്തും, എല്ലാ ഹജ്ജും ഒക്കെ പൊളിഞ്ഞ് പാപ്പറായി പോയിട്ട് മുഹമ്മദ് നബി നരകക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. എങ്ങനെ? ഇത് സി കെ കല്ലേരിൻ്റെ വാദല്ലേ? അള്ളാഹു ഖുർആനിൽ പറഞ്ഞ എന്താണ് പറഞ്ഞ്? വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ മുഹമ്മദ് നബിയെ നീ പെട്ടുപോകും. മുഹമ്മദ് നബി മൂസാ നബിയെ കാക്കണേ, അല്ലെ കൊടുങ്കാറ്റടിക്കും ബദരീങ്ങളെ രക്ഷിക്കണേ എന്നങ്ങാ മുഹമ്മദ് നബി പറഞ്ഞിരുന്നുവെങ്കിൽ എന്താ അവസ്ഥ ഉണ്ടാവുക? നരകത്തിൽ കത്തിയെരിയും. പിന്നെ വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അവന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. മൂല്യമറിയ ശരിക്ക് കേട്ടോ. മാ യംലിക്കൂന മിൻ ഖിത്മീർ, അവർക്ക് ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്ക് ലോകത്തുള്ള സകല അമ്പിയാവുലിയാക്കന്മാർ വിചാരിച്ചാൽ സാധ്യമല്ല. ഏതെങ്കിലും ഒരു അമ്പിയക്ക്, ഒരു ഔലിയാക്ക്, അല്ലെ പോട്ടെ മുഹമ്മദ് നബിക്ക് ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്കുള്ള കഴിവുണ്ട് എന്നൊരുത്തം വിചാരിച്ച ഓൻ കാഫറാണ്. ഇനി ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിച്ചു നോക്കുക. ആരെ വിളിച്ചു നോക്കുക? ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്ക് കഴിവില്ലാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അമ്പിയാവുലിയാക്കന്മാർ, നിങ്ങൾ ഇന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു നോക്ക്. ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. അല്ലോ, ഇത് മക്കാ മുശ്രിക്കുകളോട് പറഞ്ഞ് ഓലിക്കറിഞ്ഞ് ആയത്ത് ഞാക്കറക്കി, ഞാളെ പേരിൽ വെച്ചേട്ടി നിലവിളിക്കണ്ട. അങ്ങനെ നിലവിളിക്കണമെങ്കിൽ മുസ്ലിയാക്കന്മാരുടെ ലോകത്തുള്ള ഏതെങ്കിലും ഒരു അമ്പിയ, ഏതെങ്കിലും ഒരു ഔലിയ നിങ്ങളെ വിളി, നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്നീ ഭൂമിയിൽ നിന്ന് തെളിഞ്ഞാൽ വലിയ നിങ്ങൾ പറയുന്ന സത്യ, ഖുർആൻ പറഞ്ഞ് കളവാന്ന് പറയേണ്ടി വരും. ലോകത്ത് മുഹമ്മദ് നബി ഏറ്റവും ഇതല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാൻ ജീവിച്ചിരിക്കുന്നവർ പറയുന്നത് റസൂല് കേട്ടു എന്ന് ഭൂമിയിൽ നിന്ന് തെളിഞ്ഞാൽ, ഉസ്താദെ മൗലവിമാർ നിങ്ങൾ പറയുന്ന സത്യം, ഞാളൊക്കെ നിങ്ങളോട് പോരും, ഉറപ്പാ ഞാൻ പോരും നിങ്ങളോട്. മുഹമ്മദ് നബി എങ്ങാൻ ജീവിച്ചിരിക്കുന്നവർ പറയുന്നത് മരിച്ച മുഹമ്മദ് നബി കേട്ടു എന്ന് ഭൂമിയിൽ നിന്ന് തെളിഞ്ഞാൽ, മുസ്ലിയാക്കന്മാരെ സി കെ കല്ലേരിങ്ങളോട് ഉണ്ടാവും. അത്രയും ഇത് ഗ്യാരണ്ടിയോട് കൂടി അള്ള പറയുന്നത്. അള്ളാന്റെ വെല്ലുവിളിയാ. ഇൻ തദൂഹും, അവരൊന്ന് വിളിച്ചു നോക്ക്. ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളിയോട് കേൾക്കൂല. എന്നിട്ട് മൗലവിമാർ കേൾക്കുവോ അതിനെന്തല്ലോ എന്തൊക്കെ പൊട്ടക്കിണറ്റിൽ കൊന്നു കുഴിച്ചിട്ട മക്കാ മുശ്രിക്കുകൾ കേട്ടിക്ക്
ചെരുപ്പിൻ്റെ പാറ് മറ്റോ കേട്ടിക്ക് സുബ്ഹാനല്ലാഹ് കേൾക്കുമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മൊയ്ലാന്മാർ കൊണ്ടുവരുന്ന കുതന്ത്രങ്ങൾ. മൊയ്ലാന്മാർ നിങ്ങൾക്ക് പെരാന്താണ്. നിങ്ങൾക്ക് പെരാന്തല്ലെങ്കിൽ അള്ളാഹു ഇത്രയും ആയത്തുകൾ ഖുർആനിൽ പറഞ്ഞിട്ട് അതൊക്കെ നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ പെരാന്തന്മാരായതുകൊണ്ടാണ്. അല്ലേ കഴിയില്ല. എന്നിട്ട് നോക്ക്, അള്ളാഹ് പറയാണ്, കുൽ പറയുക മുഹമ്മദ് നബിയെ, ഇന്നമാ അദൂ റബ്ബി, തൗഹീദ് പറയണല്ലേ ഉസ്താദ് നിങ്ങൾ പറഞ്ഞ്, ശരിക്ക് കേട്ട് പഠിച്ചോ. ഇന്നമാ അദൂ റബ്ബി, തീർച്ചയായും ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രിക് ബിഹി അഹദ, ഞാൻ ഒരുത്തനെയും പങ്കു ചേർക്കുകയില്ല. അള്ളാഹുവെ, നിന്നിൽ ഞാൻ ഒരുത്തനെയും പങ്കു ചേർക്കില്ല. അതായത് അള്ളാഹുവെ, നിന്നെ മാത്രമേ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, വേറെ ഒരുത്തനോടും ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല എന്ന് പറ മുഹമ്മദ് നബിയെ. കുൽ ഇന്നമാ അദൂ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, വേറെ ഒരുത്തനോടും പ്രാർത്ഥിക്കുകയില്ല, അത് ശിർക്കാണെന്ന് പറഞ്ഞു കൊടുക്കൂ. മൊയ്ലാന്മാർ, ഇങ്ങൾക്കൊന്നും ഇത് മനസ്സിലാവില്ല. നിങ്ങൾ എത്ര കിതാബ് ഓതിയാലും 100 കൊല്ലം പള്ളി ദർശന കിതാബ് ഓതിന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു മദ്രസയിലും കൂടി പോവാത്ത നാടന്മാരുണ്ടല്ലോ, ഓലിക്ക് പറയുന്നതൊക്കെ മനസ്സിലാവും. എന്നിട്ട് അടുത്ത് നോക്ക്, ഇതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഒമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ആരാ വല്ലതും പറയാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്? നിങ്ങൾ പറയുന്ന മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഹൈന്ദവർ വിശ്വസിക്കുന്നില്ല, ക്രൈസ്തവർ വിശ്വസിക്കുന്നില്ല, ആരും വിശ്വസിക്കുന്നില്ല. ആരാ വിശ്വസിക്കുന്നത്? മുസ്ലിങ്ങൾ അല്ലേ? നിങ്ങളെ വിശ്വാസപ്രകാരം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ മാത്രം. ആ മുസ്ലിങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞ എന്താണ്? ഒമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും മുശ്രിക്കുകളാണ്. മുശ്രിക്കുകളായിക്കൊണ്ടല്ലാതെ അള്ളാഹുവിൽ പോലും വിശ്വസിക്കുന്നില്ല. എവിടെയും പോണ്ട. കേരളത്തിൽ നോക്ക്, കേരളത്തിലെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷവും മുശ്രിക്കുകളല്ലേ? അള്ളാഹു ഖുർആനിൽ പറയാതെ എമ്മക്ക് തന്നെ അറിയാം. നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷവും മുശ്രിക്കുകളാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിലെ ഭൂരിപക്ഷവും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് സഹായം തേടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കണം, അതിന് ഖുർആൻ്റെ അകത്തുനിന്ന് തെളിവുകൾ വസ്അൽ മൻ അർസൽന എന്ന ആയത്തോതിയിട്ട് ഇത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. വധു ശുഹദാക്കും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. ശുഹദാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. അല്ലേ? ഇതുപോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ ചെയ്തു കൂട്ടുന്ന ചെയ്തികൾ, അവർ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ, തോന്നിയവാസങ്ങൾ, ഇതൊക്കെ കണ്ടിട്ട് തന്നെയാ അള്ളാഹ്ക്കറിയാലോ മൊയ്ലാന്മാർ ഇങ്ങനെയാ ചെയ്യാൻ. ഒമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരൊക്കെ ഭൂരിപക്ഷവും മുശ്രിക്കുകളാണ്. എന്തുകൊണ്ട് മുശ്രിക്കുകളായിപ്പോയി മൊയ്ലാന്മാർ? സമസ്ത കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചു, അവരോട് സഹായം തേടി, മരിച്ചവരോട് സഹായം തേടി, അതുകൊണ്ടാണ് നിങ്ങൾ മുശ്രിക്കുകളായിപ്പോയത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ദാലിക്കും ബി അന്നഹു, ശരിക്ക് കേട്ട മൊയ്ലാന്മാരെ, തൗഹീദ് പറയാനല്ലേ പറഞ്ഞേ? ആയത്ത് ഉദ്ധരിച്ച് തൗഹീദ് പറയാനല്ലേ ഉസ്താദ് നിങ്ങൾ പറഞ്ഞ് കേട്ടോ? ദാലിക്കും, ഇതെങ്ങനെ സംഭവിച്ചു? ഭൂരിപക്ഷം മുസ്ലിയാക്കന്മാരും സമസ്തക്കാരും ഭൂരിപക്ഷ ആൾക്കാരും മുശ്രിക്കുകളായതെങ്ങനെ? ദാലിക്കോ, അതെങ്ങനെ സംഭവിച്ചു? ദാലിക്കും ബി അന്നഹു ഇദാ ദുഹിയല്ലാഹു വഹ്ദഹു കഫർതും. ഇതുപോലെ മൊയ്ലാന്മാർ, ലോകത്തുള്ള സകല മൊയ്ലാന്മാർക്കും ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കാൻ ഈ ഒരൊറ്റ വാക്ക് മതി. അള്ളാഹ് പറയാണ്, അതെങ്ങനെയാ സംഭവിച്ച്? കേരളത്തിലെ ലോകത്തുള്ള ഭൂരിപക്ഷം അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ഭൂരിപക്ഷവും മുശ്രിക്കുകളായി പോകാൻ കാരണം എന്താണ്? ദാലിക്കും ബി അന്നഹു, അതായത് ഇദാ ദുഹിയല്ലാഹു വഹ്ദഹു, അള്ളാഹിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിയാക്കന്മാർ സമസ്തക്കാർ എന്ത് ചെയ്യും? കഫർത്തും, അവർ നിഷേധിക്കും. നാളെ അതിന് കിട്ടൂല. അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, നാളെ അതിന് കിട്ടൂല. പിന്നെയോ വയൻ യുശ്റക ബിഹി തുഅ്മിനൂൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പറഞ്ഞാൽ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ
അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പറഞ്ഞാൽ തുഅ്മിനു അവർ വിശ്വാസികളാവും. മൊയ്ലിയന്മാർ വിശ്വാസികളാകണമെങ്കിൽ, സമസ്തക്കാർ വിശ്വാസികളാകണമെങ്കിൽ അള്ളാഹ് ഖുർആനിൽ പറയാം. CK കല്ലേരി പറയുന്നല്ല, അള്ളാഹ് പറയാണ്, അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക പറഞ്ഞാൽ അവർ കാഫിര്യങ്ങളാവും. നിങ്ങൾ നടക്കുന്നു. ഞാളെ വിശ്വസിക്കില്ല, കഫർത്തും നിഷേധിക്കും. എന്നാൽ വയൻ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കാൻ പറഞ്ഞാൽ, അതായത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ തുഅ്മിനു. മനസ്സിലായോ വലിയമ്മറെ? നിങ്ങളെങ്ങനെ കാഫിര്യങ്ങളായിപ്പോയി, നിങ്ങളെങ്ങനെ മുശ്രിക്കുകളായിപ്പോയി? ഭൂരിപക്ഷം അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ഭൂരിപക്ഷവും മുശ്രിക്കുകളായിപ്പോയതെങ്ങനെ? അതിൻ്റെ തെളിവുകളായി പറഞ്ഞത്. ഇനി മക്കാ മുശ്രിക്കുകളെ പറ്റി നോക്കിങ്ങൾ. കുല്ലമിനൽ അർള്, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത്? കുല്ലമിനൽ അർള് വമൻ ഫീഹ ഇൻ കുന്തും താലമോൻ. മക്കാ മുശ്രിക്കുകളോടെ ചോദിച്ച്, ആരാ ഭൂമിയും ഭൂമിയിലുള്ളതും ഒക്കെ ആരുടേതാ? മക്കാ മുശ്രിക്കുകൾ A+ ആൻസറാ പറഞ്ഞേ. എന്താ പറഞ്ഞേ? സയഖൂലൂനല്ല, അതൊക്കെ അള്ളാഹിൻ്റെ. ഭൂമിയിലുള്ളതൊക്കെ ആരതാണ്? അള്ളാഹുവിൻ്റെത്. സയഖൂലൂനല്ല കുൽ അഫലാ തദക്കറൂൻ. പിന്നെ നിങ്ങളെങ്ങനെ തെറ്റിപ്പോയി? അള്ളാഹ് ചോദിക്കുക, മക്കാ മുശ്രിക്കുകളെ ഇതൊക്കെ നിങ്ങൾക്കറിയാം, ഇതൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് നിങ്ങൾക്കറിയാം, പിന്നെ നിങ്ങളെങ്ങനെ തെറ്റിപ്പോയി? വീണ്ടും അള്ളാഹു ചോദിക്കുകയാണ്, പറയുക, കുൽ മൻ റബ്ബുസ് സമാവാതി സബ് വ റബ്ബുൽ അർശിൽ അദീം. 7 ആകാശങ്ങളുടെ നാഥനാണ് ആരാണ്? ആ ഏറ്റവും മഹത്തായ സിംഹാസനം മക്കാ മുശ്രിക്കുകൾക്ക് അറിയാം. അള്ളാഹ്ക്ക് ഇത്രയും വലിയ സിംഹാസനം ഉണ്ട്. ആ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനാരാ? വലുത പറഞ്ഞേ, സയഖൂലൂനലില്ല കുൽ അഫലാ തത്തക്കും. പിന്നെ നിങ്ങൾ എന്താ സൂക്ഷിക്കാത്ത? അള്ളാഹുവാണ് എന്ത് ഇതിൻ്റെയൊക്കെ രക്ഷിതാവ്. ആകാശങ്ങളുടെയും 7 ആകാശങ്ങളുടെയും ആ കുർസിൻ്റെ ഇല്ലേ, അതിൻ്റെയൊക്കെ രക്ഷിതാവ്. ഓലിക്ക് ഇതൊക്കെ അറിയാം. രക്ഷിതാവ് ആരാന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞ്? അള്ളാഹു ആണെന്ന്. എന്നിട്ട് കുൽ മംബിയദീഹി, കേട്ട വലിയ പറയാം, വടച്ചവന് കൈയില്ല, കാലില്ല, കണ്ണില്ല, തലയില്ല, മൂക്കില്ല എന്ന് പറയുന്ന വലിയ പറയാ. കേട്ടോളി, കുൽ മംബിയദീഹി, ആരുടെ കയ്യിലാകുന്നോ? വലിയമറ കേട്ട് പഠിക്ക വലിയമറ. കുൽ മംബിയദീഹി, ആരുടെ കയ്യിലാകുന്നു? മലക്കൂത്ത് കുല്ലി ഷൈഇൻ, എല്ലാത്തിൻ്റെയും രാജാധികാരം. മക്കാ മുശ്രിക്കുകളോടാ ചോദ്യം. മുസ്ലിയാക്കന്മാരോടാ ചോദിച്ചെങ്കിലോ ഇതേ ചോദ്യം മുസ്ലിയാക്കന്മാരോട് ചോദിച്ചു നോക്ക്. ആരുടെ കയ്യിലാണ് മലക്കൂത്ത് കുല്ലി ഷൈഇൻ? CM മടവൂരിൻ്റെ കയ്യിലാന്നാ മുശ്രിക്കുകളായ മൗലിയാക്കന്മാർ പറയാ. മക്കാ മുശ്രിക്കുകൾ എന്താ പറഞ്ഞ്? വഹുവ യുജീറു വലാ യുജാറു അലൈഹി, അവൻ രക്ഷ നൽകുന്നു, അവനെതിരിൽ ഒരു രക്ഷകനും ഇല്ലാത്തത് ആരാണ്? ഇൻ കുന്തും താലമോൻ. മക്കാ മുശ്രിക്കുകളെ നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ പറ. ഓലെന്താ പറഞ്ഞേ? സയഖൂലൂനലില്ല കുൽ ഫഅന്നാ തുസ്ഹറൂൻ. അപ്പൊ നിങ്ങൾ എങ്ങനെ തെറ്റിപ്പോയി? ഇത്രയും നന്നായിട്ട് അള്ളാഹുവിനെ പറ്റി, അള്ളാഹുവിൻ്റെ എല്ലാ കഴിവുകളെ പറ്റിയും അള്ളാഹുവിൻ്റെ പ്രവർത്തനെ പറ്റിയൊക്കെ മക്കാ മുശ്രിക്കുകളെ നിങ്ങൾക്കറിയാം. എന്നിട്ട് നിങ്ങളെങ്ങനെ തെറ്റിപ്പോയി? വീണ്ടും ചോദിക്കുന്നു, വലയിൻ സാഹൽത്തവും. മക്കാ മുശ്രിക്കുകളോട് ചോദിക്കുകയാണ്, വലയിൻ സാഹൽത്തവും മൻ നസല മിനസ് സമാഇ മഅൻ, ആരാണ് ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നത്? ഫഅഹ്യാ ബിഹിൽ അർള്, അതിനെക്കൊണ്ട് ഭൂമിയിലുള്ള മിംബാദി മൗതിയ, ഉണങ്ങിപ്പോയ സസ്യലതാദികൾ മഴ വർഷിപ്പിച്ച് അതിനെ മുളപ്പിക്കുന്നത്, പൊടിപ്പിക്കുന്നത് ആരാണ്? പിന്നെ ലയഖൂലുന അല്ലാഹ്, എന്താണ് മഴ വർഷിപ്പിക്കുന്നത് ആരാന്ന് പറഞ്ഞ്? അള്ളാഹു. അള്ളാഹിന്റെ മറുപടി എന്താണ്? കുലിൽ ഹംദുലില്ലാഹ്. മുസ്ലിങ്ങളോട് അള്ളാഹ് പറഞ്ഞു കുലിൽ ഹംദുലില്ലാഹ്, അള്ളാഹ് സ്തുതി പറഞ്ഞോ. മഴ വർഷിപ്പിക്കുന്നതും ഈ സസ്യങ്ങളൊക്കെ മുളപ്പിക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നത് ആരാണെന്നാ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞ്? അള്ളാഹു ആണെന്നാ പറഞ്ഞേ. മഴ വർഷിപ്പിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചോ, എത്ര ചോദ്യം ചോദിച്ച എല്ലാത്തിനും ആൻസർ പറഞ്ഞു. പക്ഷെ ഇവിടെ മഴ വർഷിപ്പിക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ അത് അള്ളാഹു ആണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് എന്താ പറഞ്ഞ്?
കുലിൽ ഹംദുലില്ല, അള്ളാഹ്ക്ക് സ്തുതി പറഞ്ഞോ. എന്തേ കാരണം? ബൽ ബൽ അക്സറവും ലാ യഅഖിലൂൻ, ഭൂരിപക്ഷ ആൾക്കാർ ചിന്തിക്കുന്നില്ല. മൊയ്ലിയന്മാരോട് ചോദിച്ചു നോക്ക് ഇതേ ചോദ്യം. വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ, ആരാണ് ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നതെന്ന് മൊയ്ലിയന്മാരോട് ചോദിച്ചു നോക്ക്. എന്താ പറയുക? വേങ്ങര കോയപ്പാപ്പ കൊടുത്തോ കഴിച്ചിട്ട് പാത്തിയ മഴ പെയ്യും. നഅൂദുബില്ല. ഇതാ മൊയ്ലിയന്മാരുടെ വിശ്വാസം അല്ലേ? അല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു ബുക്ക് എഴുതി വിൽക്കുന്നതായി. പിന്നെന്താണ്? മൊയ്തീശങ്ങളാ മഴ വർഷിപ്പിക്കുന്നത് അല്ലേ? ഇത്തരം തോന്നിയാസ തെമ്മാടിത്തര വിശ്വാസങ്ങളൊന്നും മക്കാമുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഖുർആൻ പറയാണ്. എന്നിട്ട് കുൽ മൻ യർസുക്കും മിനസ്സമാഇ വൽ അർള്, ആകാശത്തിൽ നിന്നും ശരിക്ക് പഠിച്ച മൊയ്ലിയന്മാരെ, നിങ്ങൾക്ക് ഇസ്ലാം അത് സ്വീകരിക്കാൻ എളുപ്പമാണ്. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഭക്ഷണം തരുന്നത് ആരാണ്? ഉമ്മക്കിനെ അറിഞ്ഞൂടാ. നമ്മൾ കണ്ട് ഭൂമിയിലുള്ള ഭക്ഷണ. ഓലോട് ചോദിച്ച് ആകാശത്തുനിന്ന്. ഓലോടുള്ള ചോദ്യം എന്താണ്? ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ഭക്ഷണം നൽകുന്നത് ആരാണ്? പിന്നെന്താ ചോദ്യം? വല്ലാറില് അമ്മൻ യംലിക്കുസം അവൽ അബ്സാർ, കണ്ണിന് കാഴ്ചയും കാതിന് കേൾവിയും തരുന്നതാരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വ യുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹയ്യ്, ഇതൊക്കെ മക്കാമുശ്രിക്കളോടാ. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറപ്പെടുവിക്കുന്നതാരാണ്? അടുത്ത ചോദ്യം കേട്ടോ. മൊയ്ലിയന്മാരെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചോളി, എന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. മൊയ്ലിയന്മാരെ നിങ്ങൾക്ക് എന്നാൽ സ്വർഗം കിട്ടും. അടുത്ത ചോദ്യം എന്താണ്? ഒമൻ യുദബ്ബിറുൽ അംർ, ആരാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്? മൊയ്ലിയന്മാരെ ആരാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്? മക്കാമുശ്രികളാണ് ചോദ്യം. ഫസയഖൂലൂന ലില്ലാഹ്, ഫസയഖൂലൂന അല്ലാഹ്, അല്ലാഹുവാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും കണ്ണിന് കാഴ്ചയും കാതിന് കേൾവിയും ഇതൊക്കെ ചെയ്യുന്നത് അല്ലാഹുവാണ്. ആരാ പറഞ്ഞേ മൊയ്ലിയന്മാരെ? നിങ്ങളോടാ ചോദിക്ക. ഈ ആയത്ത് മൊയ്ലിയന്മാർക്ക് ഇറങ്ങിയിട്ട് മൊയ്ലിയന്മാരോടാ ചോദിച്ചെങ്കിലോ? ഒമൻ യുദബ്ബിറുൽ അംർ, ആരാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്? നഅൂദുബില്ല. ആ മണ്ണോട് മണ്ണടിഞ്ഞ് കബറിനടി കിടക്കുന്ന CM മടവൂരാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ മാത്രം, എന്ന് പറയാൻ മാത്രം മനുഷ്യവർഗത്തിൽ ഇത്ര തപസ്സു പോയ ഒരു വർഗം ലോകത്ത് വേറെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മൊയ്ലിയന്മാരെ പറ്റി വമാ അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. ഇനിയും വലയിൻ സഅൽതഹും മൻ ഖലഖഹും, ആരാണ്? അവരോട് ചോദിച്ചു നോക്ക്. മൻ ഖലഖഹും, അവരെ സൃഷ്ടിച്ചതാരാണ്? ലയഖൂലുന്നല്ലാഹ്, അവർ പറഞ്ഞ് ഞങ്ങളെയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവാണ്, എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവാണ്. പിന്നെ ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. മക്കാമുശ്രിക്കളുടെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ ഖുർആൻ ആവർത്തിച്ച് പല സ്ഥലത്ത് പറയുന്നു. നോക്ക് നിങ്ങൾ. ഫൈദാ റകിഫൂ ഫിൽ ഫുൽകി ദാവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, മക്കാമുശ്രിക്കുകൾ കപ്പലിൽ പെട്ടുപോയി കൊടുങ്കാറ്റടിക്കുമ്പോൾ ആരാരിയാ വിളിച്ച്? അള്ളാഹ് പറയുന്നു എന്നെയാണ് വിളിച്ച്. എന്നെ നേരിട്ട് ഡയറക്റ്റ് വിളിച്ചു. മധ്യവർത്തി ഇടയാളന്മാരൊന്നുമില്ലാതെ എന്നെ മാത്രമായിരുന്നു അവർ വിളിച്ച് പ്രാർത്ഥിച്ച് എന്ന് അള്ളാഹു ഖുർആനിൽ പറയാണ്. ഇങ്ങനെ കൊടുങ്കാറ്റടിക്കുമ്പോൾ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പം മക്കാമുശ്രിക്കുകൾ ഇസ്കാലായി, കൺഫ്യൂഷനായി. ഇത് തന്നെയല്ലേ മുഹമ്മദ് പറയുന്നത്? അള്ളാഹിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ. അപ്പണിയല്ല ഇപ്പം നമ്മൾ ചെയ്തത്. കൊടുങ്കാറ്റടിക്കുമ്പോൾ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അവർക്ക് ശരിയാണല്ലോ, മുഹമ്മദ് പറയുന്നതല്ലേ ശരി എന്ന് തോന്നിയപ്പം അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹു ഖുർആനിൽ പറയാണ്. എന്താണ് അവർ പ്രാർത്ഥിച്ച? മക്കാമുശ്രിക്കുകൾ വൈദ് ഖാലു
അവർ പറഞ്ഞു, അവർ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ, അള്ളാഹുവേ, ഇത് ഖുർആൻ്റെ അകത്ത് അള്ളാഹു പറയുന്ന, ഇത് വിശ്വസിച്ചോളിയും വലിയ പറയാം, ഇത് വിശ്വസിച്ച നിങ്ങൾക്ക് മുസ്ലിങ്ങളാകാം, ഇത് നിഷേധിക്കുന്നതുകൊണ്ടാ വലിയ പറയും നിങ്ങൾ കാഫിര്യങ്ങളായി പോകുന്നു. അള്ളാഹു എന്താ പറഞ്ഞ്, ഓലെന്താ പ്രാർത്ഥിച്ചെന്നാ പറഞ്ഞ്, കപ്പലിന് അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പം മക്കാ മുശ്രിക്കുകൾ കുടുങ്ങിപ്പോയി. ഇത് മുഹമ്മദിൻ്റെ മതമല്ലേ എന്ന് പറഞ്ഞൊക്കെ അവർക്ക് സംശയം വന്നു. അവർ അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ച്? കാലു അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്, അള്ളാഹുവേ ഇതാണ് സത്യമെങ്കിൽ, കൊടുങ്കാറ്റടിക്കും നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കലാണ് സത്യമെങ്കിൽ, മുഹമ്മദ് പറയുന്നതാണ് സത്യമെങ്കിൽ, മിന്നെന്തിക്ക നിന്റെ അടുക്കൽ, ഫംതിർ അലൈന, നീ വർഷിപ്പിക്കൂ ഞങ്ങളുടെ മേൽ, മഴ വർഷിപ്പിക്കൂ. എന്തിൻ്റെ മഴ? ഫംതിർ അലൈന ഹിജാറത്തൻ മിനസമായി, ആകാശത്തുനിന്ന് കല്ലിൻ്റെ മഴ വർഷിപ്പിച്ച് ഞങ്ങളെ നശിപ്പിച്ച് കളയണേ. മുഹമ്മദ് പറയുന്ന ശരിയാണെങ്കിൽ, അതാണ് സത്യമെങ്കിൽ, ഹക്കെങ്കിൽ, അള്ളാഹുവെ ആകാശത്തുനിന്ന് കല്ലിൻ്റെ മഴ വർഷിപ്പിച്ച് ഞങ്ങളെ നശിപ്പിക്കണേ. അവിയത്തിനാബി അദാബിൻ അലീം, വേദന അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ഞങ്ങൾക്ക് തന്ന് നശിപ്പിക്കണേ. ഇതാണ് മക്കാ മുശ്രിക്കുകളുടെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചത് എന്ന് പറയുമ്പം മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം മൊയ്ലിയന്മാർ എന്തായാലും മൊയ്ലിയന്മാരെക്കാൾ ഉന്നത പദവിയിലാണ് അവരുടെ വിശ്വാസം. ലോകത്തെ ഏറ്റവും നീചമായ മ്ലേച്ഛമായ വിശ്വാസം വിശ്വസിക്കുന്നവരാണ് മൊയ്ലിയന്മാർ. മൊയ്ലിയന്മാരെക്കാൾ ഏറ്റവും ഉന്നത പദവിയിലുള്ള വിശ്വാസം മക്കാ മുശ്രിക്കുകളുടേതാണ്. പക്ഷെ അവർക്കെന്ത് പറ്റി? അവർ മരിച്ചവരാരാധിച്ചു. ആരാധിച്ചു എന്തിനാ? മാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് ആരാധിച്ചത് എന്നവർ പറയുകയും ചെയ്തു. നോക്കൂ സമസ്തക്കാരെ, മുസ്ലിയാക്കന്മാരെ, നിങ്ങൾക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാകാൻ ഇതിനേക്കാൾ സുവർണ അവസരം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കും മുസ്ലിയാക്കന്മാരെ. എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ഉന്നത പദവിയിലെത്താം. അല്ലെങ്കിൽ സ്വർഗം അറാമായി കാലാകാലം അബൂജാലിൻ്റെയും നരകത്തിൽ അബൂജാലിൻ്റെ അടിത്തട്ടിൽ, ഓലെ അടിത്തട്ടിൽ ആരാ ഉണ്ടാവുക ചോദിച്ചാൽ മുസ്ലിയാക്കന്മാരാ നിങ്ങളാ ഉണ്ടാവുക. ഏത് വേണം ചിന്തിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. പെട്ടെന്ന് മരിച്ചുപോയാൽ അതിനും അവസരം ഉണ്ടാവില്ല. അതുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കിക്കുക. ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചോ. അസ്സലാമു അലൈക്കും.